അങ്ങനെ വന്ന പാടെ നമ്മുടെ സായി നമ്മുടെ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സായി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം സായിയെ എല്ലാവരും നോട്ടമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം പുറത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞു. ആ ഒരു കാര്യം കൊണ്ട് എല്ലാവരും നോട്ടമിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ തൊട്ട് പിറക്കെ നമ്മുടെ ശ്രീകുമാർ ഉണ്ടെങ്കിലും ശ്രീകുമാറിനേക്കാൾ കൂടുതൽ സായിക്കാണ് വോട്ട് കിട്ടുന്നത്. മാത്രമല്ല നമ്മുടെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് അൻസിബയാണ്. അപ്പോൾ അൻസിബയും നമ്മുടെ സായിയുമാണ് ഇന്ന് നമ്മുടെ ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ തമ്മിൽ എനിക്ക് തോന്നുന്നു വലിയൊരു ടോക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജയിലിലേക്ക് കിടന്ന് രണ്ടുപേർക്കും കൂടെ സംസാരിച്ച് ഗെയിമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ജിൻഡോ പറയുന്നു കാറ് വേണമെന്ന്. കാറ് ഇരുന്നാലല്ലേ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന് ചിന്തിക്കാനുള്ള കഴിവ് വരത്തുള്ളൂ. അപ്പം പറയുന്നു നീ ജയിലിലൊക്കെ പോയിട്ട് വാ. പോയിട്ട് വരുമ്പോഴത്തേക്കും ഗെയിമൊക്കെ നിനക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആവും. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഇപ്പം നിനക്ക് ഗെയിം കളിക്കുന്നത്. മാത്രമല്ല ഞാൻ ജയിലിലൊക്കെ പോയിട്ട് വന്ന ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായതൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻ്റെ തഗ്ഗൊക്കെ അടിച്ച് വിടുന്നുണ്ട്. എന്തായാലും നോക്കാം ഈ ഒരു ജയിൽ നോമിനേഷനും ജയിലിലൊക്കെ പോയിട്ട് വന്ന ശേഷവും നമ്മുടെ സായിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയാം. അതുമാത്രമല്ല നമ്മുടെ സായി തന്നെ എല്ലാവരോടും പറയുന്ന കേട്ടു ഞാൻ പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്തു വന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്നെ നോമിനേറ്റ് ചെയ്യുമെന്ന് സായി 2 ദിവസം കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം ഇന്നും പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഒരു ഗെയിം പ്ലാൻ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. സായിയുടെ ഗെയിമിൽ ഈ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോയി അവിടെ പോയിട്ട് വല്ല ഗെയിമൊക്കെ ചെയ്യാനാണോ എന്നൊന്നും അറിയത്തില്ല. കണ്ടു തന്നെ അറിയണം ഇവരുടെയൊക്കെ പ്ലാൻ അല്ലേ. പക്ഷെ എന്തായാലും നമ്മൾ സായി വിചാരിച്ച പോലൊന്നും അല്ല ഗെയിമിലേക്ക് ആളെ കൊണ്ട് ഇറങ്ങുന്നതേ ഇല്ല. വന്നോന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണല്ലേ. ഭയങ്കര ഹൈപ്പൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ എന്താ നേരെ ജയിലിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും ഗെയിം ട്വിസ്റ്റൊക്കെ ഉണ്ടാകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സായിയുടെ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.